ഒരു കാര്യവുമില്ലാതെ ശനിയാഴ്ച ഒരു മാർക്കറ്റിൽ പോയതാണ്. മാർക്കറ്റ് കാണാൻ പോയതാണ്. 8ൻ്റെ പണിയും വാങ്ങിച്ച് തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ കുറേ ഒട്ടോപ്പസിനെ കണ്ടപ്പോൾ എൻ്റെ ഭർത്താവിന് ഒട്ടോപ്പസിനെ കറി വെച്ച് കഴിക്കണമെന്നൊരാഗ്രഹം. ഞാൻ ഈ സാധനത്തിനെ ക്ലീൻ ചെയ്തിട്ടുമില്ല, എനിക്കിത് കറി വെക്കാനും അറിയത്തില്ല. കൈ കിട്ടിയ സാധനമല്ല, നമ്മൾ തോറ്റ് പിന്മാറാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഒരു കൈ നോക്കാമെന്ന് കരുതി കുറേ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഒക്കെ നോക്കി എന്തൊക്കെയോ ഒരു ഐഡിയ ആയിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. തല മുറിച്ച് മാറ്റിയിട്ട് ആ മുറിച്ച ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന സർക്കിൾ പോലെ കണ്ടില്ലേ, അതിൻ്റെ അവിടെ നിന്ന് എന്തോ ഒരു കറുത്ത സാധനം പൊങ്ങി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടുത്തെ വേസ്റ്റ് അത്രേ ഉള്ളൂ എന്നാണ് വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഞാനിത് ഞെക്കിയിട്ട് ആകെ ഒന്നും വരുന്നില്ല. അവസാനം നന്നായിട്ട് ബലം കൊടുത്തപ്പം എന്തൊക്കെയോ ചാടി വരുന്നുണ്ട്. ഇത്രേ ഉള്ളൂ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെ പിച്ചാത്തിയുടെ തുമ്പ് കൊണ്ട് ചുഴിഞ്ഞോ എങ്ങനെയാണ് പറയുന്നത്, ചൂഴ്ന്ന് കളയാൻ ആണ് ആ വീഡിയോയിൽ കാണിച്ചത്. പക്ഷേ എൻ്റെ പിച്ചാത്തിയുടെ ഗുണം കൊണ്ടാണ് എന്തുകൊണ്ടോ അത് ചൂഴിഞ്ഞൊന്നും വരുന്നില്ല. ഞാൻ കുറേ ഞെക്കിയൊക്കെ നോക്കി. അവസാനം ഞാൻ വിചാരിച്ചു കാലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു ഭാഗം മാത്രം സർക്കിളിൽ നമുക്കങ്ങ് മുറിച്ച് കളയാമെന്ന് കരുതി. അങ്ങനെ അത് മുറിച്ച് മാറ്റി. പിന്നെ ഓരോ കാലായിട്ട് മുറിച്ച് മാറ്റിയിട്ട് അവരതേപോലെ തന്നെ അങ്ങ് കുക്ക് ചെയ്യാൻ വെക്കുകയാണേ. പക്ഷേ എനിക്കിതിൻ്റെ ഇങ്ങനെ സക്ക് ചെയ്യുന്ന ആ പോർഷനിലൊക്കെ എന്തൊക്കെയോ കറുത്ത അഴുക്കൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അതേപോലെ തന്നെ കുക്ക് ചെയ്യാൻ ഒരു എളുപ്പ് തോന്നി ഗൈസ്. അതുകൊണ്ട് ഞാൻ കരുതി ഓരോ കാലായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ കണവയുടെയൊക്കെ തൊലി പൊളിക്കുമല്ലോ, അതേപോലെ ഇതിൻ്റെയും തൊലി വലിച്ചിളക്കാമെന്ന് കരുതി. അതാവുമ്പോൾ ഇച്ചിരി വെളുത്ത മാംസത്തോടു കൂടിയാണല്ലോ ഇരിക്കുന്നത്. കാണുന്ന പോലെ അത്ര സിമ്പിളൊന്നും അല്ല കേട്ടോ, നല്ല പണിയാണ്. ഇതിൻ്റെ തൊലി പറിച്ചെടുക്കുമ്പോഴേ മുഴുവൻ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അതിൻ്റെ ആ വാലിൻ്റെ തുമ്പ് ഭാഗം കണ്ടില്ലേ, അവിടെയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുക. ഞാൻ ആ വാലിൻ്റെ തുമ്പ് ഭാഗം വെച്ചെല്ലാം വെട്ടിക്കളയാമെന്ന് കരുതി. അല്ല പിന്നെ എന്ത് ചെയ്യാൻ, വാലിൻ്റെയൊക്കെ തൊലി എങ്ങനെയോ കഴിഞ്ഞു. ഇനി അടുത്ത തലയുടെ പരിപാടിയാണ് കേട്ടോ. ഈ തലയുടെ താഴത്തെ ഭാഗം വെച്ച് മുറിക്കുമ്പോൾ അതിനകത്തിലാകെ ഉണ്ട പോലെ എന്തോന്നിത് ദൈവമേ. യൂട്യൂബ് വീഡിയോസിൽ അവർ പറഞ്ഞിരിക്കുന്ന തലയുടെ താഴ്വശം മുറിക്കുന്ന സമയത്ത് ബോൾ പോലെ എന്തോ ഒരു വേസ്റ്റ് വരുമെന്നാണ് കേട്ടോ. പക്ഷേ എനിക്കൊരബദ്ധം പറ്റി ഗൈസ്. ഞാനത് മുറിച്ചപ്പം ആ ബോളോടെ ചേർത്ത് വെച്ചാൽ മുറിച്ചേ. അപ്പോൾ ആ ബോൾ പൊട്ടി അതിനകത്തിലെ വേസ്റ്റ് മൊത്തം പുറത്തു വന്നു. നമ്മൾ തളരരുത്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. പക്ഷേ ഇനി ഒരിക്കലും ഞാനിത് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. നിങ്ങളും എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഈ വക പരിപാടിക്ക് പോകരുതെന്നാണ് പറയുന്നത്. കാരണം നല്ല മെനക്കേടായിരുന്നു ഗൈസ്. തലയുടെ ആ ഒരു തൊലി പൊളിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരുന്നു. നമ്മുടെ കണവ ഊരിയെടുക്കുന്ന പോലെ തന്നെ ഊരിയെടുക്കാൻ പറ്റും. പക്ഷേ അതെൻ്റെ ഈ വാലിൻ്റെ അറ്റം നോക്കിക്കേ, എന്തൊക്കെ ചെയ്തിട്ട് അത് ഊരി വരുന്നില്ല. അവസാനം അവിടെ വെച്ചിട്ട് ഞാൻ എല്ലാ വാലിൻ്റെയും അറ്റം കണ്ടിച്ച് കളഞ്ഞു. അല്ലാതെ വേറെ നിവർത്തിയില്ല. ഇതാണ് ഗൈസ് ഒട്ടോപ്പസിൻ്റെ ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതാരും അനുകരിക്കരുത്. വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, ആരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല.